വടക്കൻ കളരിയിൽ എണ്ണം പറഞ്ഞു വെട്ടുന്ന പാരമ്പര്യം ഉണ്ടെന്നറിയാം. എന്നാൽ എൻ്റെ കളരിയിൽ വെട്ടിൻ്റെ എണ്ണമല്ല, വെട്ടിൻ്റെ ആഴമാണ് കണക്ക്. മേടയിലെ അച്ഛനോട് പോയി പറഞ്ഞേക്ക് ഫ്രാൻസിനെ ഇനി പേടിക്കണ്ടെന്ന്. യെസ്, ഫ്രാൻസ് വേഴ്സസ് സ്വീഡൻ നോക്കൗട്ട് മത്സരം റൗണ്ട് ഓഫ് 32. 3-0 സ്വീഡനെ തകർത്തിരിക്കുകയാണ്. ഇത് 3-0 നിൽക്കേണ്ട ഗെയിമേ അല്ല എന്നുള്ളതാണ് വാസ്തവം. ചുരുങ്ങിയത് 6 ഗോളെങ്കിലും അടിക്കാൻ, മിനിമം 6 ഗോൾ അടിക്കാനുള്ള ചാൻസ് ഫ്രാൻസിന് ഓൾറെഡി ഉണ്ടായിരുന്നു. സ്വീഡൻ്റെ ഗോൾ കീപ്പർ പലതവണ ഒറ്റയാൻ പോരാട്ടം നടത്തിയിട്ടാണ് 3 ഗോളിൽ ഒതുക്കിയതെന്ന് തന്നെ വേണം പറയാൻ. 45-ാമത്തെ മിനിറ്റിൽ ഒരു കിഡിലൻ സ്റ്റെപ്പ് ഓവറിൽ ഒരു ഗംഭീര ഗോള് തുടരെ സ്വീഡൻ്റെ വാതിൽ മുട്ടിയതിന് ശേഷം എംബാപ്പെ അടിച്ച് കയറ്റിയപ്പോൾ നേരെ ഓടിയത് ഫ്രാൻസ് കോച്ചിൻ്റെ അടുത്തേക്കാണ്. അമ്മ മരിച്ചതിൻ്റെ പേരിൽ കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടാവാതിരുന്ന ദശാംസിനെ ശരിക്കും എംബാപ്പെ മിസ് ചെയ്ത ഒരു ഫീല് തന്നെയായിരുന്നു കേട്ടോ ഇത്. ലാസ്റ്റ് ഡാൻസിൻ്റെ പല പ്ലെയേഴ്സിൻ്റെയും ലാസ്റ്റ് ഡാൻസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ കോച്ചിൻ്റെ ലാസ്റ്റ് ഡാൻസ് ആഘോഷിക്കുകയാണ് ഫ്രഞ്ച് പട. യെസ്, അയാളുടെ അവസാന വേൾഡ് കപ്പിൽ ഫ്രാൻസിന് ഒരു വേൾഡ് കപ്പ് എടുത്തു കൊടുത്ത് ഇറങ്ങാൻ തന്നെയാണ് അവർ തുനിഞ്ഞിറങ്ങിയേക്കുന്നതെന്ന് തന്നെ വേണം പറയാൻ. ബാർക്കോളയുടെ ഗോള്, ബാർക്കോളയ്ക്ക് എങ്ങനെയാണ് ആ ബോൾ കിട്ടിയത്? ഒലിസെ വെച്ചു കൊടുത്ത ബോൾ. എന്തൊരു മനുഷ്യനാണ് ഒലിസെ. 2 റെക്കോർഡാണ് ഈ മത്സരത്തിൽ പിറന്നാക്കുന്നത്. നോക്കൗട്ടിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച പ്ലെയർ കിലിയൻ എംബാപ്പെ ആയിട്ട് മാറിയിരിക്കുകയാണ്, അതും 9 ഗോളോടെ. 4 മത്സരത്തിൽ, ഈ വേൾഡ് കപ്പ് തുടങ്ങിയിട്ട് 4 മത്സരമായിട്ടുള്ളൂ, അതിൽ 5 അസിസ്റ്റ് കൊടുത്തിട്ട് 10 ഗോളുകളാണ് മൊത്തം ഫ്രാൻസ് അടിച്ചേക്കണം കേട്ടോ. 5 അസിസ്റ്റ് കൊടുത്തിട്ട് ഒലിസെ ടോപ്പ് അസിസ്റ്റ് പ്രൊവൈഡർ ആയിരിക്കുകയാണ് ഈ ടൂർണമെൻറ്റിൽ. 10 ഗോളുകൾ അടിച്ചിട്ടാണ് ഫ്രാൻസ് വരുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ മറക്കാതിരിക്കേണ്ടത് കേട്ടോ. ആൾ 2 ഗോളാണ് കിലിയൻ എംബാപ്പെ, കിഡിലൻ എണ്ണം പറഞ്ഞ 2 സൂപ്പർ ഗോളുകളാണ് എംബാപ്പെ എന്നീ മത്സരത്തിൽ അടിച്ചത്. ഇതോടൊപ്പം മെസ്സിയുടെ ടോപ്പ് സ്കോറർ, വേൾഡ് കപ്പിലെ എക്കാലത്തെയും ടോപ്പ് സ്കോററിൻ്റെ സ്കോർ ബോർഡിൽ 1 ഗോളിന് മാത്രം പിന്നിലാണ് കേട്ടോ എംബാപ്പെ. അത് ഈ വേൾഡ് കപ്പ് കഴിയുന്നതോട് കൂടിയിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് 39 വയസ്സുകാരനായ മെസ്സിക്ക് ചെറുപ്പക്കാരനായ എംബാപ്പെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഇനി സ്വീഡനിലേക്ക് വരാം. അവരുടെ മെയിൻ ഡിഫൻഡർ ഇല്ലാതെയാണ് സ്വീഡൻ ഇന്നിറങ്ങിയത്. അത് വ്യക്തമായിട്ടും കൃത്യമായിട്ടും പ്ലാൻ ചെയ്തിട്ട് ഫ്രാൻസ് സ്വീഡനെ അടിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഡിഫൻസിലൊക്കെ എന്തൊരു ഗ്യാപ്പായിരുന്നു എന്ന്, അല്ലെങ്കിൽ ആ ഫ്രാൻസ് കളിച്ചുണ്ടാക്കിയ ഗ്യാപ്പ് എന്ന് പോലും പറഞ്ഞാൽ പോലും അതിന് തെറ്റില്ല. കാരണം അത്രയും ഗ്യാപ്പായിരുന്നു സ്വീഡൻ്റെ ഡിഫൻസിൽ. അത് ഒരിക്കലും സ്വീഡനെ ഫ്രാൻസിനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താണ്. അതേപോലെ തന്നെ സംഭവിച്ചു. ഇസാക്ക് ഉണ്ടായി, എലാങ്ക ഉണ്ടായി, ഗ്യോക്കറസ് ഉണ്ടായി സ്വീഡനിൽ. എന്നാൽ ഇവർക്ക് വേണ്ടത്ര സർവീസ് ബാക്കിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതായത് പിന്നിലുള്ള മിഡ്ഫീൽഡിൽ ഡിഫൻസിൽ കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് അവർക്ക് പരിമിതമായി കിട്ടിയ ചാൻസ് പോലും അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. ഫ്രാൻസ് എക്സെപ്ഷണൽ ഗെയിമായിരുന്നു എല്ലാ മേഖലയിലും. ആഴ്സണലിലെ സലീബയും അതേപോലെ ഗ്യോക്കറസും ഏറ്റുമുട്ടുന്ന ഒരു കളി തന്നെയായിരുന്നു കേട്ടോ ഇത്. എന്തൊരു മത്സരമാണിത്. കാരണം ഫ്രാൻസ് ഫസ്റ്റ് ഹാഫിൽ ഒരു ബൈസൈക്കിൾ കിക്ക്, ഒലിസയുടെ ബൈസൈക്കിൾ കിക്ക് ബാറിൽ തട്ടിപ്പോയി. എന്തോരം അടിയാണ് ബാറിൽ തട്ടിപ്പോയത്. ഇഷ്ടം പോലെ അടികളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, 6 ഗോളെങ്കിലും അടിക്കേണ്ട ഒരു കളിയായിരുന്നത്. ഇനി റൗണ്ട് ഓഫ് 16 ഫ്രാൻസിന് കിട്ടാൻ പോകുന്നത് പാരഗ്വേനാണ്. പാരഗ്വേയുടെ വിധി എന്താവുമെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. മേ ബി ഒരു അട്ടിമറി നടന്നേക്കാം. പക്ഷേ ഈ ഒരു അറ്റാക്ക് വെച്ചിട്ട് അവരുടെ സബ്സ്റ്റിറ്റ്യൂഷനിൽ ഡെസിറേ ഡുവേ, റയാൻ ചെറക്കി ഇറങ്ങുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവരുടെ എല്ലാ പ്ലേയേഴ്സും, ഫ്രാൻസ് ട്രാവൽ ചെയ്ത എല്ലാ ടീം മെമ്പേഴ്സും ഒന്നിനൊന്ന് മെച്ചമാണ്. നോർമലി ഒരു ടീമിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ബ്രസീലിന് എടുക്കുകയാണെങ്കിൽ വിനീഷ്യസ് ജൂനിയറിനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 60% ഓഫ് ദ ഗെയിമിൻ്റെ പേസ് മറ്റേ ടീമിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫ്രാൻസിനെ ആരെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക? ആരെയും മാർക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും എക്സെപ്ഷണൽ ടാലൻസ് ഉള്ള ഒരു ടീം തന്നെയാണ് എംബാപ്പയുടെ ഫ്രാൻസ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിക്കുന്നതിനേക്കാളും മുമ്പ് ഒരൊറ്റ ചോദ്യം കൂടി ചോദിക്കുകയാണ്. മിക്കൽ ഒലിസെ, ഇയാൾ അടുത്ത വേൾഡ് ക്ലാസ് പ്ലെയർ ആവാൻ പോവുകയാണോ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പാരാഗ്വേയ്ക്ക് ശേഷം ബൈ.